പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ ട്രാവൽ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ടൂറിസം വകുപ്പാണെന്ന വിവരം പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ജ്യോതികയെ ഉൾപ്പെടുത്തിയത് സാധാരണ നടപടിക്രമം മാത്രമാണെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ അതീവ സംശയത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ ടൂറിസം സാധ്യതകൾ സംബന്ധിച്ച പ്രചരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ 41 പേരുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ജ്യോതികയെ ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിച്ച് കേരളത്തിലെത്തിയ ജ്യോതിക കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡും കൊച്ചിൻ മെട്രോയും മട്ടാഞ്ചേരിയിലെ ആരാധന ആലയങ്ങളും ജ്യോതിക സന്ദർശിച്ച ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ജ്യോതി മൽഹോത്ര 1 വർഷമായി നടത്തിവരുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ ആകൃഷ്ടനായാണ് മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പ് അവരെ ക്ഷണിച്ചു വരുത്തിയതെന്ന് കേരളത്തിലെ BJPയുടെ മുൻ പ്രസിഡന്റ് ശ്രീമാൻ കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിൽ പ്രചാരണം നടത്തി വരികയായിരുന്നു. ഇവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി. അതുകൊണ്ട് ജ്യോതി മൽഹോത്രയെ ടൂറിസം പ്രമോഷൻ ചെയ്യുവാനായി വിളിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് കെ സുരേന്ദ്രൻ മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിക്കുന്നത്. കൂടാതെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ ശ്രീമാൻ മുഹമ്മദ് റിയാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്നും എന്തുകൊണ്ടവരെ കേരള ടൂറിസം വകുപ്പ് ടൂറിസം പ്രമോഷൻ ചെയ്യുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയെന്നതും കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ യൂട്യൂബറെ കേരള ടൂറിസത്തിൻ്റെ പ്രമോഷന് വേണ്ടി വിളിച്ചു വരുത്തി പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്.